ഇന്ന് നിശബ്ദ പ്രചാരണമാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് നമ്മോടൊപ്പമുള്ളത്. അച്ഛൻ്റെ ഒരു അനുഭവ സമ്പത്ത് രാഷ്ട്രീയത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും അച്ഛൻ്റെ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ. അതെത്രമാത്രം നമുക്ക് ഗുണകരമായിട്ടുണ്ട് പ്രാവശ്യം? തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ തെരഞ്ഞെടുപ്പുകളൊക്കെ കാണുന്നതാണ്. അത് എന്നും അതിൻ്റെ ഓർമ്മകളും അതുപോലെ അതിൽ നിന്ന് ഒക്കെ പഠിക്കാൻ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ട് പക്ഷെ നിരവധി തെരഞ്ഞെടുപ്പുകൾ പല ഓർഗനൈസേഷണൽ റൂളുകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്രാവശ്യം ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമാണ്. ഈ തെരഞ്ഞെടുപ്പിന് അതിൻ്റെതായ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ താങ്കളുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന്. AK ആന്റണി എപ്പോഴെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ടെൻഷൻ അടിക്കുന്നത് അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ, മനസ്സിൽ വന്നിട്ടുണ്ടോ? അത് പേഴ്സണാലിറ്റി വൈസ് ഇല്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഓർമ്മകളിൽ ഇതുവരെ അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും വലിയ ടെൻഷനൊന്നുമില്ല. അപ്പം ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളായിട്ട് അദ്ദേഹം ഡയറക്റ്റ്ലി തെരഞ്ഞെടുപ്പുകളിൽ ഇൻവോൾവ് അല്ല. പക്ഷേ ചെറുപ്പം മുതൽ കണ്ട സമയത്തൊന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടെൻഷനും തോന്നിയിട്ടില്ല. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പോലും, അതുപോലെ ദേശീയ തെരഞ്ഞെടുപ്പുകളായാലും ഏതായാലും അദ്ദേഹം എന്നും ഇതൊക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രകൃതം. ഇന്നിപ്പം നിശബ്ദ പ്രചാരണമാണല്ലോ, ഇന്നത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്ന് ഇപ്പം പൊതു പ്രചരണ പരിപാടികളെല്ലാം ഇന്നലെ 6 മണിയോടെ അവസാനിച്ചു. ഇന്നിനിപ്പം ഇപ്പം ചില ഏരിയയിലൊക്കെ പോയി കാണേണ്ടവരെയൊക്കെ കാണും. പിന്നെ ഇന്ന് നാളെ വോട്ടെടുപ്പാണ്. അപ്പം ഇന്ന് ഇതിൻ്റെ കുറച്ച് ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ പൊതുപരിപാടികളൊന്നുമില്ല. എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ മണ്ഡലം ഉണ്ടായത് 2009-ലാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഞാൻ തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷം 4-4.5 ലക്ഷം വോട്ട് ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ബാക്കി 2 പേർക്ക് എത്ര കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 പേർക്കെതിരെയും വലിയ ജനവികാരമാണ്. LDF സർക്കാരിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വലിയൊരു ജനവികാരമുണ്ട്. കാരണം എന്താണെന്ന് അറിയാം. കഴിഞ്ഞ 8 വർഷത്തെ അവരുടെ ഭരണത്തിൽ ജനങ്ങൾ അത്ര സന്തുഷ്ടരല്ല. പിന്നെ കോൺഗ്രസ് പാർട്ടി എനിക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെയും വലിയൊരു ജനവികാരമുണ്ട്. കാരണം ഇവർക്ക് 2 പേർക്കും വലിയ കഴിഞ്ഞ പ്രാവശ്യം LDF-നും UDF-നും കിട്ടിയതിനേക്കാൾ വലിയൊരു വോട്ട് കുറവാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ പല കാരണങ്ങളാൽ ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് വോട്ടുകൾ കൂടുതൽ കിട്ടും. ഞാനിപ്പോഴും പറയുന്ന പോലെ ഞാൻ 10,000-കണക്കിന് ഭവനങ്ങളും ചെറിയ മീറ്റിങ്ങുകളും എല്ലാം പോയി കഴിഞ്ഞ ഒരു 7-8 ആഴ്ചകളിൽ. അതിൽ 1000-കണക്കിന് ആൾക്കാർ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സാമ്പിൾ സെറ്റിൽ അത് അവർ ചരിത്രത്തിൽ ഇതുവരെ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കേരള കോൺഗ്രസിനോ ഒക്കെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അവരുടെ കുടുംബമെല്ലാം ആദ്യമായിട്ട് താമരയ്ക്കും എനിക്കും മോദിജിക്കും വേണ്ടി വോട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് കാരണം ഇന്ന് ജനങ്ങൾക്കൊക്കെ ഇവിടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മുന്നണികളായാലും അവരുടെ പ്രവർത്തനങ്ങളിലും അതുപോലെ അവർക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസനമോ അവസരങ്ങളോ, അതുപോലെ പത്തനംതിട്ട പോലത്തെ ഒരു ജില്ലയിൽ ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ജില്ലയിൽ നടക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടന്നിട്ടില്ല. ഇന്ന് ജനങ്ങൾക്ക് ഇന്ന് അവരുടെ ആകപ്പാടുള്ള പ്രതീക്ഷ ഇന്നൊക്കെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന പോലെ നരേന്ദ്രമോദിജി നേരിട്ട് ഇടപെട്ട് ഇവിടെ കുറച്ച് വികസനം കൊണ്ടുവരും, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കൊണ്ടുവരും, ഇവിടുത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെല്ലാം വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ മണ്ഡലത്തിൽ മാത്രമല്ല, പല മണ്ഡലങ്ങളിലും അത് തന്നെയാണ്. കാരണം തന്നെ ഇവിടെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. നിരവധി മണ്ഡലങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഇതൊരു MPയെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല, ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും നരേന്ദ്രമോദിജി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണി 545-അംഗ പാർലമെൻറ്റ് 400-ലധികം സീറ്റുകളോടെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. പിന്നെ അങ്ങനെയുള്ള ഈ സിറ്റുവേഷനിൽ LDF-ഉം UDF-ഉം ദേശീയ തലത്തിൽ ഒരേ മുന്നണിയുടെ ഭാഗമാണ്. ഇവിടെ 2 പേരും 2 ചേരിയിൽ നിൽക്കുന്നു. പക്ഷേ ഇവരെ ജയിപ്പിച്ചു വിട്ടിട്ട് നാട്ടുകാർക്ക് വലിയ ഗുണമൊന്നും കാണുന്നില്ല. അത് കാരണം ഇവരെല്ലാവരും മാറി ചിന്തിച്ച് തുടങ്ങിയെന്നല്ല, മാറി ചിന്തിച്ച് കഴിഞ്ഞു. അതിൻ്റെ ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ അത് വളരെ വ്യക്തമായി ബോധ്യമാകും. ഇപ്പം കഴിഞ്ഞ 7-8 ആഴ്ച ഇതിലെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. നാട്ടുകാർ മാറ്റം ആഗ്രഹിക്കുന്നു. നാട്ടുകാർ അവർ നാട് നന്നാവണമെന്ന് നാട്ടുകാർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനെന്ന് മോദിജി നയിക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ അങ്ങനെ ഒരു
അവരുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു തോന്നൽ പൊതുവേ ഉണ്ട്. ഇതെല്ലാം ജൂൺ 4-ാം തീയതി നല്ല വ്യക്തമായ ബോധ്യമാവും. അങ്ങ് ബി ജെ പിയുടെ ദേശീയ ചുമതലയുള്ള ഒരാൾ കൂടിയാണല്ലോ, ഒരു നേതാവ് കൂടിയാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റുകൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. ആ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. കാര്യം ഞാൻ പേപ്പറിൽ ഭക്ഷ്യ കിറ്റുകൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ബി ജെ പി ആയിട്ടൊരു ബന്ധമുള്ള കാര്യങ്ങളല്ല. ഇതുവരെ മാധ്യമങ്ങൾ പോലും ബി ജെ പിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് ഭക്ഷ്യ കിറ്റ് എന്താ സംഭവം എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പൊക്കെ AK ആന്റണി കുടുംബസമേതം വോട്ട് ചെയ്യാൻ പോകുന്നു. അതൊക്കെ മാധ്യമങ്ങളിൽ സ്ഥിരം വാർത്തയായിരുന്നു. ഇക്കുറി എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരുമിച്ചായിരിക്കുമോ? തിരുവനന്തപുരത്താണ് വോട്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ്, കുടുംബസമേതമായിരിക്കുമോ വോട്ട് ചെയ്യാൻ പോവുക? ഇല്ല, ഞാൻ പാർട്ടി പ്രവർത്തകരോടെ പോയി വോട്ട് ചെയ്യും. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും പേഴ്സണലി എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവരും എനിക്ക് സ്നേഹവും ബഹുമാനമുള്ളവരുമാണ്. പക്ഷേ രാഷ്ട്രീയപരമായി നമ്മൾ രണ്ട് പാർട്ടിയിലുള്ളവരാണ്. ഇന്ന് ഞാൻ ഒരു പാതയിലാണ്, അദ്ദേഹം മറ്റൊരു പാതയിലാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രവർത്തിക്കുന്ന സംഘടന ഇന്ന് ഇന്ത്യൻ ജനത പിന്നെയും തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. പക്ഷേ അത്രേ ഉള്ളൂ. വോട്ട് എവിടെയാണ്? അവിടെ തിരുവനന്തപുരം, അവിടെ ജഗതിയിലാണ്. AK ആന്റണിക്കും അമ്മയ്ക്കുമൊക്കെ സഹോദരനുമൊക്കെ എല്ലാവർക്കും അവിടെ തന്നെയാണ്. ഏതായാലും 4 ലക്ഷത്തോളം വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. വിജയത്തിൽ കുറഞ്ഞൊന്നും അനിൽ ആന്റണി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് നിശബ്ദ പ്രചാരണ ദിനമാണ്. കണക്കുകൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഒക്കെ ഇന്ന് നടക്കും. ഏതൊക്കെ മേഖലകളിൽ പ്രചാരണത്തിന് പോയി, അവിടെ നിന്നെല്ലാം എങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് ലഭിച്ചത്, അതെല്ലാം മനസ്സിലുണ്ട്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് ഇപ്പം ഇനിയിപ്പോൾ അവസാനം 1-2 ദിവസങ്ങൾ എന്തൊക്കെ സംഘടനാപരമായ വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കാൻ ഇനി ആർക്കും സമയമില്ല. കാര്യം പ്രചരണ സമയമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ തന്നെ ഒരുവിധം എല്ലാവരും അവർ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പം നാളെ വോട്ടെടുപ്പ് നടക്കും. നമ്മൾ ഈ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ ഇത്രയും ദിവസം പ്രചാരണത്തിന് പോയി ഒരു തൃപ്തിയുണ്ടോ? എനിക്ക് പോകാൻ സ്വന്തമായിട്ട് തന്നെ ഒരു മനസ്സിൽ തോന്നുമല്ലോ, എല്ലായിടത്തും എനിക്ക് പോകാൻ കഴിഞ്ഞു. സാറ്റിസ്ഫൈഡ് ആണോ താങ്കൾ? ഓവറോൾ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം ഇതൊരു ജീവിതത്തിൽ ഏറ്റവും അവിസ്മരണീയമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഞാൻ വന്ന സമയത്ത് പുതിയ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ഒരു 7-8 ആഴ്ച എല്ലാ ദിവസവും രാവിലെ 6 തൊട്ട് രാത്രി 12 വരെ നമ്മൾ ഫീൽഡിലുണ്ടായിരുന്നു. 10,000-കണക്കിന് ജനങ്ങളുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചു. അപ്പം പ്രത്യേകിച്ച് ഈ മണ്ഡലം, ഇതുപോലത്തെ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായതും വലിയൊരു ഭാഗ്യവും ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ദേശീയ നേതൃത്വം എടുത്ത തീരുമാനമാണ്. അപ്പം കാര്യം ഇത്രയും ഡൈവേഴ്സിറ്റിയുള്ള മറ്റൊരു മണ്ഡലം കേരളത്തിൽ ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ വിസ്താരമുള്ള മണ്ഡലമാണ്. 150 കിലോമീറ്റർ ഉണ്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ. അതിൽ ഈ മൗണ്ടൻ ഏരിയാസ് പോലത്തെ സ്ഥലങ്ങളുണ്ട്. വളരെ ഒരുപാട് കാർഷിക മേഖലകളുണ്ട്. ഒരുപാട് അർബൻ ഏരിയാസ് ഉണ്ട്. അപ്പം എല്ലാത്തരം ജനങ്ങളുണ്ട്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും അപ്പം ഇവരുടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ, അതുപോലെ അതിന് വ്യക്തമായി പരിഹാരം കാണാനുമുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മളിന്ന്. ഇന്നത്തെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഒരു ദേശീയ പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പാർട്ടിയും അടുത്ത 5 വർഷം ഭരിക്കാൻ പോകുന്ന പാർട്ടിയുടെയും ഒരു ദേശീയ ഭാരവാഹിയായി ഇവിടെ വന്നപ്പോൾ ഇവരുടെ ഇത്രയും നാൾ പ്രശ്നങ്ങൾ കേൾക്കുന്ന പോലെയല്ല, ഇന്നത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനവും നമുക്കുണ്ട്. അപ്പം ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തോടെ അവരുടെ അടുത്ത് സംസാരിക്കുന്നു. അപ്പം അവരും വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഓവറോൾ ഇത് വളരെ അവിസ്മരണീയമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും തീർച്ചയായിട്ടും അടുത്ത 5 വർഷം പത്തനംതിട്ടയുടെ ഒരു MP ആയി ഇവിടെ ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഈ പത്തനംതിട്ടയെ ട്രാൻസ്ഫോം ചെയ്ത് കേരളത്തിൻ്റെ തന്നെ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മോഡൽ ജില്ലയാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യലുണ്ട് ഇവിടെ. ആ പൊട്ടൻഷ്യൽ ഞാൻ പ്രവർത്തിച്ച് ആ പൊട്ടൻഷ്യൽ സാക്ഷാത്കരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവസാനമായി ഒരു ചോദ്യം കൂടി. നമ്മൾ ഈ സ്ഥാനാർത്ഥികളുടെ വേഷവിധാനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ആണെങ്കിൽ എപ്പോഴും ജുബ്ബയെ ധരിക്കുകയുള്ളൂ. ആന്റണി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രവർത്തകനാണ്. ഖദർ ഖദർ ഷർട്ടും ആണ് ധരിക്കുക. അങ്ങ് എപ്പോഴും ഒന്നില്ലെങ്കിൽ ജുബ്ബയാണ്, പിന്നെ എപ്പോഴും പാൻ്റാണ് ധരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പാരഗണിൻ്റെ ചപ്പലാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് മുണ്ട് യൂസ് ചെയ്യാത്തത്? യൂസ് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരുപാട് ഓടി നടക്കുന്ന ജില്ലയാണ്, ഒരുപാട് മലപ്രദേശങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം ഇത് കുറച്ചുകൂടെ
സൗകര്യമാണ്. അതുപോലെ ഈ പാരഗൺ ഉപയോഗിക്കുന്ന കാര്യം ഒരു എല്ലാ ദിവസവും 50-60 പരിപാടികളുണ്ട്. അപ്പം എല്ലായിടത്തും ചെരുപ്പ് ഊരണം. അപ്പം ഇതാണ് ഏറ്റവും അപ്പം ഇത് പെട്ടെന്ന് ഇതൊക്കെ യൂട്ടിലിറ്റിയാണ്. അപ്പം കൂടുതൽ കാര്യം നമുക്ക് എഫിഷ്യൻ്റായിട്ട് നാട്ടുകാരിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നാട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിന് ഏറ്റവും കംഫർട്ടബിൾ അതാണെന്ന് തോന്നി. ഇതിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടെ. ഈ കോൺഗ്രസ് പ്രവർത്തകർ, ഈ ഉമ്മൻചാണ്ടിയൊക്കെ നേരത്തെ ഖദർ ഷർട്ട് ഇട്ടിട്ട് അത് കീറിയിട്ട് പോകുന്നൊരു പരിപാടി, സിമ്പിൾ സിറ്റി ആണല്ലോ എന്ന് തോന്നി. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെരുപ്പിടുന്നത്? അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പം ഇത് എഫിഷ്യൻസിക്ക് വേണ്ടിയാണ്. കാര്യം ഒരിടത്ത് പോകുമ്പോഴത്തേനും ഇപ്പം നമ്മുടെ ഇപ്പം ഷൂവോ അല്ലെങ്കിൽ ഈ സ്ട്രാപ്പുള്ളതൊക്കെ ആണെങ്കിൽ അതും സമയം വേസ്റ്റാണ്. അത് കാരണം ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചെരുപ്പ് ഊരാം, പെട്ടെന്ന് തന്നെ ഇടാം. അപ്പം അത് കാരണമാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സമയം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. എത്രയും വേഗം തന്നെ പരമാവധി ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം എന്നുള്ളത്. ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അനിൽ ആന്റണി വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. 4.5 ലക്ഷത്തോളം വോട്ട് നേടും എന്നാണ് ആത്മവിശ്വാസത്തോടെ അനിൽ ആന്റണി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.